മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പിതൃദോഷം, ചില പരിഹാരമാർഗവും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നോക്കൂ, ഒരു മനുഷ്യ ശരീരം രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആചാര്യന്മാരെല്ലാം ഗ്രന്ഥാനുമാനിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തെ ഒന്നാമതായിട്ട് പറയുന്നത് പഞ്ചമയകോശ നിർമ്മിത ശരീരം. ഈ പഞ്ചമയകോശ നിർമ്മിത ശരീരം എന്ന് പറയുന്നത് ഭൗതിക ദേഹമെന്ന് സാങ്കേതികപരമായി പറയും. സർവ കാമനകളോടും ആഗ്രഹങ്ങളോടുകൂടിയും സർവൈശ്വര്യത്തോടുകൂടിയും ജീവിക്കാനുള്ള ആഗ്രഹം, സർവ സുഖ ഭോഗങ്ങളോടുകൂടി അഴുകി ജീവിക്കുവാനുള്ള ആഗ്രഹത്തെ നിലനിൽക്കുന്നത് കൊണ്ട് ഭൗതിക ശരീരം എന്ന് പറയും. രണ്ടാമത് ആത്മീക കോശം, സൂക്ഷ്മ ശരീരം എന്ന് പറയും. ശരീരമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ കാമനകളൊക്കെ വിടിഞ്ഞു. അങ്ങനെ രണ്ടവസ്ഥയാണ് ഒരു ശരീരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭൗതിക ദേഹം എന്ന് പറയുന്ന ശരീരം, അല്ലെങ്കിൽ പഞ്ചമേകോശ നിർമ്മിതമായിരിക്കുന്ന ഭൗതിക ദേഹം ഇന്നല്ലെങ്കിൽ നാളെ വെടിയും, അല്ലെങ്കിൽ നാശമാകും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ശരീരമായിരിക്കുന്ന ആത്മീയ ശരീരം. ഈ ആത്മീക ശരീരം പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അവസാനം ഏകകോശത്തിലേക്ക് ചെന്നെത്തും. എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് ആ സ്ഥലത്തേക്ക് ചെന്ന് എത്തി വീണ്ടും ജന്മജന്മാന്തര ചക്രത്തിലൂടെ കറങ്ങി വരുമെന്നും സങ്കല്പം ആയിക്കോട്ടെ. ഇവിടെ ശരീരം ഉപേക്ഷിക്കുന്ന ജീവാത്മാവ് മനസ്സിൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ശരീരം വെടിഞ്ഞ ആത്മാവ് പ്രേതാവസ്ഥയെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രേതാത്മാവിന് പിന്നെ എങ്ങനെയാണ് ശരീരം വെടിഞ്ഞിട്ടുള്ള ആ ബന്ധുമിത്രാദികളോടുകൂടി ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നത്? അപ്പോൾ ആദ്യമേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ശരീരം ഉപേക്ഷിക്കുന്ന ആത്മാവ് മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പം മനസ്സിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പിതൃകർമാദികൾ ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രേതകർമ്മം. അപ്പം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് മാനസികമായിരിക്കുന്ന ഐക്യത്തെ വിടിയിപ്പിച്ച് പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഷോഡശകർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ മോക്ഷപദത്തിലേക്ക് പോകുന്ന ആത്മാവ് തൻ്റെ മിത്രാദികൾക്ക് ശ്രാദ്ധ കൂട്ടുന്നയാൾക്കും അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെയാണ് പിതൃ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ നമ്മളുടെ ദോഷദുരിതങ്ങളും എല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നു എന്നുള്ളത് സമസ്ത ഗ്രന്ഥവും പറയുന്നു. ഇനി ഇതൊന്നും ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിലാണ് ദുരിതം അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതെന്ന് പറയും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്, നീ നിൻ്റെ കുലാചാര പിതൃക്കളെ വിളിച്ചു വരുത്തി മനോധർമ്മത്തിൽ ശ്രാദ്ധ കൂട്ടൂ. ഇനി വേദം പറയുന്നത് നോക്കൂ, നീ നിൻ്റെ കുലാചാര പിതൃക്കളെ വിളിച്ചു വരുത്തി ഇഷ്ടാനുസരണം ശ്രാദ്ധ കൂട്ടൂ എന്ന് പറയുന്നത്. ശ്രാദ്ധ കൂട്ടുന്നതിന് പല സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മത്സ്യമാംസാദി വെച്ചുകൊണ്ട് പൂജിക്കുക. അപ്പോൾ മത്സ്യമാംസാദികൾ വെച്ചുകൊണ്ട് പിതൃക്കളെ പൂജിക്കുന്ന ദിവസമാണ് അമാവാസി, കർക്കിടകത്തിൽ. അപ്പോൾ അതുപോലുള്ള കാര്യപദ്ധതികൾ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ദോഷങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ വരും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മദ്യപാനത്തെ അല്ലെങ്കിൽ മറ്റുള്ളതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് തോന്നും. കാരണം അങ്ങനെ തോന്നേണ്ടതാകുന്ന കാര്യങ്ങളില്ല. ഗ്രന്ഥത്തിലും വേദത്തിലും ഇതിഹാസത്തിലൊക്കെ സോമരസം എന്നാണ് പറയുന്നത്.
അപ്പം ഞാനിവിടെ മദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ചതുർത്ഥി ഉണ്ടാകാം. ഇനി മദ്യം മാറ്റി സോമരസം എന്നാക്കാം. അപ്പോഴും സാങ്കേതിക ഭാഷ മദ്യം തന്നെയാകും, അല്ലെങ്കിൽ ലഹരിയാകും, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ പൂർവ്വ ആചാര സ്മൃതി പ്രകാരം പരേതാത്മാക്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യാദി കർമ്മങ്ങൾ ചെയ്യുക, സർവ്വ ഐശ്വര്യവൃത്തി അവർ നൽകുന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മത്സ്യപുരാണം, കൂർമ്മപുരാണം, ആദിത്യപുരാണം, ഗരുഡപുരാണം, അങ്കരസ്മൃതി, അതുപോലുള്ള സമസ്ത ഗ്രന്ഥങ്ങളും പറയുന്നത് നോക്കൂ. വേണ്ട വിധത്തിൽ കുലാചാര പിതൃക്കളെ വിളിച്ചു വരുത്തി ശ്രാദ്ധ കൂട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര പേര് നമ്മളുടെ വീട്ടിൽ ദാഹം വെക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ആരെയും മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ വീഡിയോ തുറന്ന് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകാം. ഇവിടെ നമ്മൾ ചെയ്യാറുള്ള പതിവ് കാര്യങ്ങൾ, മിക്കവരും ചെയ്യാറുള്ള സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസിയുടെ തലേ ദിവസം മറ്റ നമസ്കാരവും കൂട്ട നമസ്കാരം എഴുതി പോകും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ചെന്നെത്തുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നതാണ് തലേ ദിവസം ദാഹോരിക്കൽ എന്ന് പറയും. അവിടെ ഈ പറഞ്ഞ സാമഗ്രികൾ, മദ്യാദികൾ, മാംസാദികൾ, അവലുമലരി, കണ്ടം, വെള്ളട, ശർക്കര അട, തുമ്പപ്പൂവ്, ഇത്രയും സാമഗ്രികൾ വെച്ചുകൊണ്ട് പിതൃക്കളെ വരവേറ്റുക എന്നുള്ളതാണ്. ഒരുപാട് ധനച്ചെലവൊന്നുമില്ല, കൂടിപ്പോയി 1000 രൂപയ്ക്ക് താഴെ നിൽക്കുകയുള്ളൂ. ഇതൊന്നും നമ്മൾ ചെയ്യാതെ കണ്ട് പിറ്റേ ദിവസം നമ്മൾ ഓടുകയാണ്. പ്രാരാബ്ധമോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ കൊണ്ട് ഇവരെയൊക്കെ മറന്നു പോയിട്ട് നമ്മൾ ഒറ്റ നമസ്കാരം കൂട്ട നമസ്കാരവും ഒക്കെ എഴുതി അങ്ങ് പോയി കാര്യങ്ങൾ പോകും. ഇവിടെ നോക്കൂ, വർഷത്തിലൊരിക്കലാണ് തൻ്റെ ബന്ധുമിത്രാദികൾ, അതിപുത്രാദി പൗത്രാദികളെ കാണുവാൻ വേണ്ടി ഭൂമിയിലേക്ക് എത്തുന്നത്. ഭൂമിയിലേക്ക് തൻ്റെ വീട്ടുപടിക്കൽ വരുന്ന സമയത്ത് ദുഃഖകരമായിട്ട് നിൽക്കേണ്ട അവസ്ഥ ആത്മാവിനുണ്ടാകുകയാണ്, അല്ലെങ്കിൽ ആ വരുന്ന ചൈതന്യത്തിനുണ്ടാകുകയാണ്. പിറ്റേ ദിവസം ശ്രാദ്ധമില്ല. ശ്രാദ്ധമൊക്കെ പേപ്പറിൽ എഴുതി അങ്ങ് പോയി. കണ്ണീര് മതി, ശാപത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ മനോതലത്തിലുണ്ടാകുന്നൊരു ദുഃഖം, ആ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് പിന്നെ അതിൽ നിന്ന് മോചനം ഉണ്ടാകുകയില്ല, അവർ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. അപ്പം എങ്ങനെ ഉണ്ടാകുന്നതാണ് 95% ദുരിതം. ഇതിനാണ് നമ്മൾ അനേക ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സാമ്പത്തികപരമായിരിക്കുന്ന കാര്യങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉറപ്പാണ്. നോക്കുക, ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തിക്ക് 3 അവസ്ഥയിൽ നിന്നാണ് ദുരിതം ഉണ്ടാകുന്നത്. അതിലൊന്നാമത്താണ് പിതൃക്കൾ, രണ്ടാമത്തത് കുടുംബക്ഷേത്രം, മൂന്നാമത്തത് ജന്മനക്ഷത്രം. ഈ 3 അവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ദുരിതം വ്യക്തിക്ക് വരുന്നത്. ഈശ്വരൻ്റെ കുഴപ്പമല്ല. ഈ ദുരിതത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ഈശ്വരനെ പ്രാപിക്കുന്നത്. ഈ ദുരിതം നിൽക്ക ചെയ്ത് നമ്മൾ ഈശ്വരനെ അല്ല പ്രാപിക്കേണ്ടത്. പിതൃക്കളെയാണ് ദുരിതം മുഖത്ത് നിൽക്കുന്നതെങ്കിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക. ഒരു അനവധി മാർഗങ്ങളുണ്ട്. ഇനി കുലദേവതയാണ് അരിഷ്ടയായിട്ട് നിൽക്കണമെന്നുണ്ട്, കുലദേവത എടുത്തു പോകുക. ഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ നവഗ്രഹത്തെ പ്രാർത്ഥിക്കുക, സൂര്യനെ ഭജിക്കുക, അല്ല എങ്കിൽ നക്ഷത്ര ഗുരുവായിരിക്കുന്ന വ്യാഴത്തെ, ബൃഹസ്പതി പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള ദോഷങ്ങൾ നിലക്കുകയാണ് നിങ്ങളുടെ ചെറിയൊരു അറിവ്. അതിലേക്ക് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടും കാര്യങ്ങൾ നടത്തിയിട്ടൊന്നും ദുരിതവ്യാധികൾ പിതൃക്കൾ മുഖാന്തരം മാറുന്നില്ല എങ്കിൽ, അങ്ങനെ മാറാതെ വരുന്നതുകൊണ്ട് പുത്രാദികളൊന്നും ജനിക്കാതെ വരിക, രോഗാവസ്ഥ, മാറാരോഗം, ക്ഷയം, അങ്ങനെ ഒട്ടനവധി മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതൊക്കെ മരിച്ചവരിൽ നിന്നുണ്ടാകുന്നതായിരിക്കും. ഈശ്വരനൊരിക്കലും ആരെയും ദുരിതത്തിലാഴ്ത്തത്തില്ല. അപ്പോൾ കൊടുക്കേണ്ടയാൾക്ക് കൊടുക്കണം, രോഗം പറഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. ഒരാൾക്ക് പാൽപ്പായസമാണ് ഇഷ്ടമെങ്കിൽ അയാൾക്ക് പാൽപ്പായസം കൊടുക്കുക. അയാൾക്ക് ശർക്കര പായസമാണ് അയാളുടെ ഇഷ്ടമെങ്കിൽ അയാൾക്ക് ശർക്കര പായസം കൊടുക്കുക. അയാളുടെ എന്താണോ അയാളുടെ ഇഷ്ടാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് സന്തോഷമാകുന്നത്. സന്തോഷിപ്പിക്കുക എന്ന് പറയും. പ്രസന്ന പൂജ, പ്രസന്നമുഖനാക്കുക. അവിടെ ദേവനെ പ്രസന്നമുഖനാക്കുന്നതുപോലെ തന്നെ ഇവിടെ പിതൃവിനെ പ്രസന്നമുഖനാക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ സർവ്വ ഐശ്വര്യവർക്ക് നീ പറഞ്ഞ